ഹലോ, പാർവതിയാണേ. അപ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്നതിന് മുന്നേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ല, എന്നാലും നമുക്ക് ഒപ്പിച്ചെടുക്കാം. അങ്ങനെ ആദ്യം തന്നെ ഞാനൊരു പ്രൈമറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു കൺസീലറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൗണ്ടേഷൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഹൈലൈറ്ററും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൗണ്ടേഷനും ഹൈലൈറ്ററും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി സെറ്റായിട്ടിരിക്കുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഷാഡൊക്കെ എഴുതി ഒരു ഐലൈനറൊക്കെ വരച്ച് മസ്കാരൊക്കെ ഇട്ട് പിന്നെ പുരുകം എഴുതുന്ന പാർട്ടാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കാരണം എനിക്ക് തീരെ പുരുകമില്ല. അപ്പോൾ പുരുകം എഴുതിയാൽ മാത്രമേ കുറച്ചെങ്കിലും ഉള്ളതായിട്ട് തോന്നിക്കാറുള്ളൂ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ എന്നും പുരുകം എഴുതി തന്നായിരുന്നു എന്നെ സ്കൂളിൽ വിടുന്നത്. വൈകിട്ട് വന്നു കഴിഞ്ഞാലും രാത്രിയിലും പുരുകമൊക്കെ എഴുതി ആവണക്കെണ്ണയൊക്കെ തേച്ചിട്ട് രാത്രി കിടക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ കോമഡിയാണ്. നല്ല കാട്ടാളത്തിൽ ലുക്കിലായിരിക്കും എഴുന്നേൽക്കുന്നത്. പക്ഷേ എന്നിട്ടും വലിയ കളറൊന്നും വന്നിട്ടില്ല. എന്നാലും എഴുതുമ്പോൾ കുറച്ച് തിക്നെസ് തോന്നിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ പുരുകമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ലിപ് ലൈനറൊക്കെ വരച്ചിട്ട് ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്ന പാർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ലിപ് ഗ്ലോസൊക്കെ ഇട്ട് പിന്നെ ഒരു കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് വാച്ചൊക്കെ കെട്ടി മുടിയൊക്കെ വെറുതെ ജസ്റ്റ് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവ് അത്ര സഹകരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് ഫുൾ കോമഡി ആയിട്ട് ഫ്ലോപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളേ മേക്കപ്പൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ ഇറങ്ങുമായിരുന്നു ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരുങ്ങുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർക്കും, ഞാനാണെങ്കിൽ വെറുതെ ഒരു സാധാ പൗഡറും ഒരു പൊട്ടും ഒക്കെ തൊട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം മേക്കപ്പൊക്കെ ചെയ്ത് എനിക്ക് പണ്ടത്തെ കാര്യം ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഓർക്കും, പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളേ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വിടണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.